Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Okay, Hedda, good afternoon. Marilyn, Muhammad, okay. Sajida. Okay, Tansila. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ ആശ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലേ? ഓക്കെ, അതിന്റെ നമ്മളിവിടെ വരെ പറഞ്ഞു നിർത്തി. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ തുടങ്ങി വെച്ചു അല്ലെ? അതെ, ഓക്കെ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ഓക്കെ, പ്രസീത വായിച്ചു നോക്കിയില്ലേ? ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിന്റെ സമയമാകുമ്പോ എല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാന്ന് വെച്ചാല് നടക്കില്ല കേട്ടോ. ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അന്നെ എടുക്കുമ്പോ പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കുക. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ആ ഒരു എളുപ്പം, ആ ഒരു ഇത് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് എന്തായാലും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് നോക്കാം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. പ്രധാനമായിട്ടും നമുക്ക് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, ദെൻ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യാതെ. കോണ്ടാക്റ്റിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കാം, മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഏറ്റവും കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഈ 5 എണ്ണത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? അത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് അല്ലെ? കോണ്ടാക്ട് ട്രാൻസ്മിഷനിലൂടെയാണ് കൂടുതലും എന്ത് നടക്കുന്നത്? സ്പ്രെഡിങ് നടക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കാം. കോണ്ടാക്ട് തന്നെ 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട് അല്ലെ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ രോഗിയുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്താണ് അല്ലെ? അപ്പൊ അത് കൂടുതലും ഇപ്പൊ രോഗിയെ പരിചരിക്കുന്ന ആളുകൾക്ക് അല്ലെ, അവരെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ മാറ്റിക്കെടുത്തുക, അങ്ങനെയൊക്കെ അവരെ സഹായിക്കുന്ന, അവരെ നേരിട്ട് പരിചരിക്കുന്ന ആളുകൾക്ക് വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെ? ഓക്കെ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താണ്? അവിടെ നേരിട്ടുള്ള സമ്പർക്കം വരുന്നില്ല. ഓക്കെ, പകരം എന്താണ്? ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ത്രൂ ആയിട്ടാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞാല് രോഗി ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കാം. ആ സാധനങ്ങൾ രോഗിയായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ ഈ രോഗി ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്സ്. എന്തൊക്കെ ഇന്റർമീഡിയറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, നീഡിൽസ്, ഡ്രസ്സിങ്സ്, അല്ലെങ്കിൽ പെയിന്റഡ് ഗ്ലൗസ് അല്ലെ? ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ പേഷ്യൻസ്. നമ്മൾ പേഷ്യൻസിന്റെ ഇടയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത മലിനമായിട്ടുള്ള ഗ്ലൗസുകള്, അതുപോലെ പെയിന്റഡ് സർഫസസ് ബൈ നീഡിൽസ്, ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. കണ്ടോ, ഈ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നൊക്കെ പറയുന്നത് ഇതുപോലെ വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയായിട്ട് എന്താണ് ഈ ട്രാൻസ്മിഷൻ നടക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് എന്ത്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ കേട്ടോ? ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താന്ന് നോക്കുക കേട്ടോ.
The transmission happens when droplets that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. Okay, underline cheyanda. Adayithu, it is made from coughing that droplets are generated from the source person and during the performance of certain procedures such as bronchoscopy. Okay. എന്താണ് ഈ ഡ്രോപ്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തുമ്മുമ്പോഴ് അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ പറയുന്ന സെക്രീഷൻസ് അല്ലെ, അതാണ് ഈ പറയുന്ന ഡ്രോപ്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സുകള് അല്ലെ, ഈ ഡ്രോപ്ലെറ്റ്സുകളിൽ എന്തുണ്ടായിരിക്കാം? ഈ പറയുന്ന മൈക്രോബ്സ് ഉണ്ടാവാം അല്ലെ, സൂക്ഷ്മ രോഗാണുക്കൾ ഉണ്ടാവാം. അപ്പൊ അത് എന്ത് ചെയ്യാണ്? നമ്മുടെ എയറിലൂടെ ഷോർട്ട് ഡിസ്റ്റൻസ് കേട്ടോ, നമ്മുടെ എയറില് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലൂടെ അത് ട്രാവൽ ചെയ്തിട്ട് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോബ്സ് ത്രൂ ദ ഡ്രോപ്ലെറ്റ്സ് അല്ലെ, ദാറ്റ് ഈസ് ഫോംഡ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് ആർ ജനറേറ്റഡ് ഫ്രം ദ സ്നീസിങ്, കഫിങ് അല്ലെ, അങ്ങനെയുള്ള നമ്മൾ തുമ്മുമ്പോഴ് അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴ് അല്ലെങ്കിൽ നമ്മൾ ചില തരത്തിലുള്ള പ്രൊസീജിയറുകൾ, അതായത് ബ്രോങ്കോസ്കോപ്പി, ഇപ്പൊ നമ്മൾ എൻഡോസ്കോപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, വയറിന്റെ പരിശോധനയൊക്കെ ചെയ്യാൻ എൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇറക്കി വിടുന്ന ഒരു ചെറിയ ട്യൂബാണ്. ശ്വാസനാളത്തിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ആ ഒരു ട്യൂബില് ഈ പറയുന്ന പോലെ ക്യാമറ ഉണ്ടായിരിക്കും, ലൈറ്റ് ഉണ്ടായിരിക്കും, അത് നമ്മുടെ ഈ പറയുന്ന ശ്വാസനാളത്തിലൂടെ ഇറക്കി അങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ പെർഫോം ചെയ്യുന്ന സമയത്ത്, കഫ് ചെയ്യുന്ന സമയത്ത്, സ്നീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സുകള് അതിനകത്ത് എന്തുണ്ടായിരിക്കും? സൂക്ഷ്മ രോഗാണുക്കൾ ഉണ്ടായിരിക്കും അല്ലെ. അത് നമ്മുടെ എയറിൽ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ട് മറ്റുള്ള വ്യക്തികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ട്രാൻസ്മിഷൻ ഹാപ്പൻസ് when droplets that contain microbes from the infected person are pushed a short distance through the air. അല്ലെ, എയറിൽ ഒരു ചെറിയ ഡിസ്റ്റൻസിലൂടെ ട്രാവൽ ചെയ്തിട്ട് and deposited on the patient's body, പേഷ്യന്റിന്റെ മറ്റൊരാളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ ഡ്രോപ്ലെറ്റ്സുകൾ ഫോം ചെയ്യുന്നത്. The droplets are generated by coughing, sneezing or during the performance of certain procedures like bronchoscopy. Okay, clear ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എയർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ് എയർ ബോൺ ട്രാൻസ്മിഷൻ? അതായത് വായുവിലൂടെ അല്ലെ, വായുവിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഇതുപോലെ തന്നെയാണ്, ശരിക്കും ഡ്രോപ്ലെറ്റ് പോലെ തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പറയാം കേട്ടോ. എയർ ബോൺ ട്രാൻസ്മിഷൻ നോക്കുക. ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർ ബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, that means bracket nuclei എന്ന് പറയുന്നത് എന്താണ്? A small particle residue of droplets that contain microorganisms which remain suspended in the air for long period of time, or dust particles that contain the infectious agents. അതായത് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വായുവിലൂടെ എന്ത് ചെയ്യാണ്? ട്രാൻസ്മിഷൻ നടക്കുന്നു. നമ്മളിവിടെ ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഡ്രോപ്ലെറ്റുകളിലൂടെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ അവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡ്രോപ്ലെറ്റും എയർബോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? നോക്കിയേ, ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, അതായത് ഡ്രോപ്ലെറ്റുകളുടെ ചെറിയ അംശങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ.
ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അംശമാണ് കേട്ടോ. അതായത് എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്. വലിയ ഡ്രോപ്ലെറ്റ് ആയിട്ടല്ല, ഡ്രോപ്ലെറ്റിന്റെ ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ്. അതുകൊണ്ടാണ് അത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്നെടുത്ത് പറയുന്നത് കാരണം കേട്ടോ. നമ്മൾ നേരത്തെ ഡ്രോപ്ലെറ്റ് ആണ്, അത് വലിയ ഡ്രോപ്ലെറ്റ്സുകളാണ്. അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ ഇതുപോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ആണ് എന്ന് പറഞ്ഞ ഡ്രോപ്ലെറ്റിന്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന സൂക്ഷ്മ രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അത് കുറെ അധികം സമയം എവിടെ തങ്ങി നിൽക്കും? നമ്മുടെ എയറിൽ തങ്ങി നിൽക്കും അല്ലെ. ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. കൂടുതൽ സമയം എയറിൽ തങ്ങി നിൽക്കും. എയറിൽ തങ്ങി നിൽക്കുക അല്ലെങ്കിൽ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ തങ്ങി നിൽക്കുകയും അത് പിന്നീട് മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖമാണ്. ഓക്കെ, അതാണ് ആ രീതിയിൽ പോകുന്നതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതുപോലെ തോന്നും? ഇത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദ സ്നീസിങ്, കപ്പിംഗ്, അതുപോലെ തന്നെ ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയറിലൂടെ ഡ്രോപ്ലെറ്റ്സുകൾ വരുന്നു. പിന്നെ അത് കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ അത് ട്രാവൽ ചെയ്യുന്നുള്ളൂ അല്ലെ. അതാണ് അതിന്റെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷന്റെ പ്രത്യേകത. അവിടെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ്, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, കുറച്ചുകൂടെ ഷോർട്ട് ഡിസ്റ്റൻസ് ത്രൂ ദ എയർ. എയറിൽ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ മാത്രം ട്രാവൽ ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിൽ എത്തുന്നതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ആണ്. വലിയ ഡ്രോപ്ലെറ്റ് അല്ല, ഡ്രോപ്ലെറ്റിന്റെ ന്യൂക്ലിയൈ. ദാറ്റ് മീൻസ് സ്മോൾ പാർട്ടിക്കിൾ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ ദ മൈക്രോ ഓർഗാനിസംസ്. അതും എങ്ങനെയാണ്? ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ലോങ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ചെറിയ ഡിസ്റ്റൻസ് ആണോ? അല്ല. ദാറ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ എ ലോങ് ടൈം. കൂടുതൽ സമയം എന്ത് ചെയ്യുന്നുണ്ട്? എയറിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നത്. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും വായിക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. എന്താണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ്. റെസിഡ്യൂ എന്ന് പറഞ്ഞ ചെറിയ അംശങ്ങൾ മാത്രമാണ് കേട്ടോ. ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസം ദാറ്റ് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ടിയസ് ഏജൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ കേട്ടോ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ നിങ്ങളിത് പഠിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തെറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അതാണോ ഇതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും. പക്ഷെ എല്ലാം വ്യത്യാസമുണ്ട് ഒരു തരത്തിൽ, അല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെന്ന് മാത്രം കേട്ടോ. അത് മനസ്സിലാക്കാൻ മതി. അപ്പൊ നാലാമത്തെ നോക്കിയേ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല്? ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് സച്ച് ആസ് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻസ്, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്. കണ്ടോ, ഇവിടെ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, മെഡിസിൻസ്, മറ്റു ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്, അതിലൂടെ ഈ പറയുന്ന സൂക്ഷ്മ രോഗാണുക്കള് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം ചിലപ്പോൾ തോന്നാം, ഇത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പോലെ തന്നെയല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം അല്ലെ. അവിടെ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയല്ലേ ഇവിടെ പറയുന്നതിന് ഒരു തോന്നല് വരും അല്ലെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിസിൻസ്, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് എന്നിവയിലൂടെയുള്ള ട്രാൻസ്മിഷനെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് തോന്നും. ഓക്കെ, പക്ഷെ എന്താണ് വ്യത്യാസമുണ്ട്? ഇവിടുത്തെ പേരെന്താണ്? കോമൺ വെഹിക്കിൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സിലൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ രോഗി ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കള് അത് ടച്ച് ചെയ്യുന്ന വേറൊരാള് അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് വേറൊരാളിലേക്ക്, അങ്ങനെ ഒരു സീക്വൻഷ്യൽ സീരീസ് ആയിട്ടാണ് അത് പോകുന്നത് അല്ലെ. ഒരു 1 by 1 എന്നുള്ള രീതിയിലുള്ള ഒരു ഓർഡറിലാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതേസമയം കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് അതൊരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക് ഒരേ സമയം ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്.
വ്യത്യാസം മനസ്സിലായോ? അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പൊ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരാളല്ല അത് ഉപയോഗിക്കുന്നത്, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് ആളുകൾ ഒരേ സമയം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുന്നത് 1 by 1 ആയിട്ടല്ല നടക്കുന്നത്. പകരം എന്താണ്, ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക് ഒരുമിച്ചാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. അതും കോമൺ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് അല്ലെ? മറ്റൊരു കോമൺ എന്ന് പറയാൻ പറ്റില്ല. രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ സമ്പർക്കം വരുന്ന ആളുകൾക്ക് വരുന്നു എന്ന് മാത്രം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പേര് കോമൺ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ബൾക്ക് ഓഫ് ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് എന്താ പറയാ ഐറ്റംസ്, ലൈക്ക് ഫുഡ് ആവാം അല്ലെ, വാട്ടർ ആവാം, മെഡിസിൻസ് ആയിരിക്കാം, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആയിരിക്കാം, എക്യുപ്മെന്റ്സുകളായിരിക്കാം. അതിൽ നിന്നും രോഗാണുക്കൾ ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അതിന്റെ പേര് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? പക്ഷെ ഇന്റർമീഡിയറ്റിൽ അങ്ങനെയല്ല, സോറി ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ അങ്ങനെയല്ല. അവിടെ 1 by 1 എന്നുള്ള രീതിയിൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക്, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ പക്ഷെ ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക്, അതൊരു കോമൺ വസ്തുക്കളിൽ നിന്ന് ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ് കേട്ടോ. അതാണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അല്ലെങ്കിൽ വായിക്കുമ്പോ ചിലപ്പോ കുറച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ സെയിം തന്നെയല്ലേ, എന്തെങ്കിലും ഇത്ര വലിയ വ്യത്യാസം എന്ന് ചിലപ്പോൾ തോന്നും. വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ണാണ് വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ് വെക്റ്റർ ബോൺ? വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗവാഹകരാണ്. അതായത് കൊതുക്, ഈച്ച, ചെള്ള്, എലികള്, കീടങ്ങള്, ഇതൊക്കെ എന്താണ്? വെക്ടേഴ്സ് ആണ്. ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞാൽ രോഗവാഹകർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ എന്തൊക്കെയാണ് നോക്കിയേ? മോസ്കിറ്റോസ്, അതുപോലെ ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിംഗ് ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ? വെർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദിസ് ഒക്കേഴ്സ് വെൻ സച്ച് ആസ് മോസ്കിറ്റോസ്, അതുപോലെ തന്നെ ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിംഗ്, വെർമിംഗ് മീൻസ് കീടങ്ങൾ, ദാറ്റ് ട്രാൻസ്മിറ്റ് microorganisms, that is called vector-borne transmission. Okay, clear ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് വെർമിങ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? വെക്റ്റർ-ബോൺ ട്രാൻസ്മിഷൻ ആണ്. കഴിഞ്ഞു കേട്ടോ. ഇത്രയുമാണ് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. 5 നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അതെന്താണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. അതിൽ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ബോഡി സർഫസ് കോണ്ടാക്ട് വരുന്നത് മൂലം രോഗിയുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ മറ്റൊരു വ്യക്തിയിലോട്ട് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ദ കണ്ടാമിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് അല്ലെ, അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ഡ്രോപ്ലെറ്റ്സ് that is generated by coughing, sneezing or procedures like bronchoscopy. Airborne transmission എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ എയർ. അവിടെ നിങ്ങൾ ഡ്രോപ്ലെറ്റ് ആയിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ആണ്. അതുപോലെ ഡിസ്റ്റൻസ് നോക്കാം. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിറ്റർ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമാണ് എയറിൽ തങ്ങി നിൽക്കുന്നത്. അതേസമയം എയർബോണിൽ അങ്ങനെയല്ല. അവിടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് സമയം നമ്മുടെ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മറ്റൊരാളുകളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ദ കോമൺ ഐറ്റംസ് ലൈക്ക് ഫുഡ്, വാട്ടർ, മെഡിസിൻസ്, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. Transmission of microorganisms through mosquitoes, flies, rats, etc. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ that is called vector-borne transmission. Clear അല്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം എന്താണ്? എയർബോൺ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് സസ്പെൻഡഡ് ഫോർ ലോങ് പീരീഡ് ഇൻ എയർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചിന്തിക്കുന്നത് നിങ്ങളത് എയർബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. പെട്ടെന്ന് ഡ്രോപ്ലെറ്റ് ആണെന്ന് എഴുതി വെക്കരുത്. ഓക്കെ,
ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇനി എന്താണ് വേണ്ടത്? പ്രിവെൻഷൻ ആണ് അല്ലെ. ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം അല്ലെ, തടയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രിവെൻഷൻ നമുക്ക് ഒരു 8 പോയിന്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിക്കാനുണ്ട്, അതുപോലെ 8 പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രിവെൻഷനെ പറ്റി പറയാണ്. കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷ്വറൻസ് or quality control measures to the healthcare sectors, and evidence-based management can be a feasible approach. These are the following ways to prevent hospital acquired infection. അതായത് നമുക്ക് ഈ ഹോസ്പിറ്റലിലുള്ള ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയോ? ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷ്വറൻസ്. അതൊക്കെ നിങ്ങൾ 3rd മൊഡ്യൂളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ക്വാളിറ്റി അഷ്വർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളില്, പ്രോഡക്റ്റുകളിലൊക്കെ ഒരു നല്ലൊരു ക്വാളിറ്റി എപ്പോഴും ഉറപ്പുവരുത്തണം അല്ലെ. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, അതുപോലെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്തരത്തിൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാം. മനസ്സിലായി? തെളിയിക്കപ്പെട്ടിട്ടുള്ള മെത്തേഡുകൾ, അതായത് നമ്മൾ ശരിക്കും പ്രൂവൺ ആയിട്ടുള്ള, അതായത് നമ്മളത് അപ്ലൈ ചെയ്ത് അത് സക്സസ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് പ്രൂവൺ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ നമ്മൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റിലൂടെയും ക്വാളിറ്റി അഷ്വറൻസിലൂടെയും ക്വാളിറ്റി കൺട്രോളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ മെത്തേഡുകളാണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ്. 8 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ആദ്യം നമുക്ക് പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ആണ്. ഓക്കെ, പോയിന്റ് മാത്രം പറയാണ്. ഫസ്റ്റ് വൺ നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സാനിറ്റേഷൻ. സെക്കൻഡ് വൺ എന്താണ്? സ്റ്റെറിലൈസേഷൻ. അതാണ് സ്റ്റെറിലൈസേഷൻ. തേർഡ് വൺ ഐസൊലേഷൻ. ഫോർത്ത് വൺ ഹാൻഡ് വാഷിംഗ്. പിന്നെ ഫിഫ്ത് വൺ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. സിക്സ്തിൽ നമ്മൾ അഡീഷണൽ പ്രിക്കോഷൻസ് പഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ്. അതുപോലെ തന്നെ 7ാമത്തത് ആന്റി മൈക്രോബിയൽ സർഫസസ്, അതായത് സർഫസുകളൊക്കെ നമ്മൾ അണുവിമുക്തമാക്കി സൂക്ഷിക്കാം. 8ാമത് നമ്മൾ പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ ഇത്രയും മാർഗങ്ങളുണ്ട് എന്ത് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റുകൾ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സാനിറ്റേഷൻ ആണ്. സാനിറ്റേഷനെ പറ്റി നമുക്കറിയാം. നമ്മൾ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെ, കോവിഡ് സമയത്തൊക്കെ നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാനിറ്റേഷനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സാനിറ്റേഷൻ നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽസ് മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് കൺസേണിംഗ് യൂണിഫോംസ്, എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഓക്കെ, അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ യൂണിഫോംസിന്റെ കാര്യത്തിലായാലും, എക്യുപ്മെന്റിന്റെ സ്റ്റെറിലൈസേഷന്റെ കാര്യത്തിലായാലും, മറ്റുള്ള വാഷിംഗ് പ്രിവെന്റീവ് മെഷേഴ്സിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഏതൊരു ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്നത് ഫോളോ ചെയ്തിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രിവെൻഷൻ ആണ് ഹരിത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രിവെൻഷനെ പറ്റിയിട്ടാണ് നമ്മൾ
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് സാനിറ്റേഷൻ. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ് by all medical personnel before and after each patient contact is one of the most effective ways to fight the nosocomial infection. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ ഡ്രഗ്സുകൾ, ദാറ്റ് മീൻസ് നമ്മൾ സാനിറ്റൈസർ ഇല്ലേ, അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക, കൈ കഴുകുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഡ്രഗ്സുകൾ, സാനിറ്റൈസറുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ മാത്രമല്ല കേട്ടോ, സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾ അത് അവര് ഈ പറയുന്ന പോലെ ഓരോ പേഷ്യന്റുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും അതിനുശേഷവും നല്ല രീതിയിൽ കൈകൾ വാഷ് ചെയ്യാം. സാനിറ്റൈസർ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? Sanitizing surfaces is a part of control measures to reduce nosocomial infections in ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്സ്. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഈ സമ്പർക്കത്തിൽ വരുന്ന സർഫസുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ആളുകളൊക്കെ ഈ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ തൊടുന്ന, നമ്മൾ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ, സർഫസസുകള്. അങ്ങനെയുള്ള ഭാഗങ്ങളും നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സാനിറ്റൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് നമുക്ക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നോക്കിയേ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ, the patients cannot be completely isolated from communicable agents. നമ്മൾ പറഞ്ഞു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. മെഡിക്കൽ സ്റ്റാഫുകളാണെങ്കിൽ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും അതിനുശേഷവും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ റബ്ബ് ചെയ്യണം. അതിന് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാവിധ ടച്ച് വരുന്ന എല്ലാ സർഫസസുകളും സാനിറ്റൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതാണ് സാനിറ്റേഷൻ പ്രോട്ടോകോളിനകത്ത് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? പൂർണ്ണമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായില്ല? സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എന്ത് വേണം? മോർ ഓവർ പേഷ്യൻസ് ആർ ഓഫൺ അഡ്വൈസ്ഡ് to make antibiotics and other antimicrobial drugs to help treat the illness. പലപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകളും കൂടെ ചിലപ്പോൾ ഒരു പക്ഷെ പേഷ്യൻസിന് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതായത് പൂർണ്ണമായിട്ടും അതുകൊണ്ട് മാത്രം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന പോലെ അതിനെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. This may enlarge the selection pressure for the emergence of resistant strains. അപ്പൊ ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ, ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകളൊക്കെ എടുക്കുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ എക്സ്പ്ലനേഷൻ ഒന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തോന്നുള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് ആ പോയിന്റ് മാത്രമാണ് കേട്ടോ. ഓക്കെ, സാനിറ്റേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ ട്ടോ. സ്റ്റെറിലൈസേഷൻ എന്താണ് അതിനകത്ത് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇത് സ്റ്റെറിലൈസേഷൻ, അണുവിമുക്തമാക്കുക എന്നുള്ളത് അല്ലെ. ഓക്കെ, ഇറ്റ് ഡിസ്ട്രോയ്സ് all microbes on equipment and surfaces through exposure to chemicals, ionizing radiation, dry heat or steam under pressure. അപ്പോ ഇത് സ്റ്റെറിലൈസേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? ഈ പറയുന്ന സർഫസസുകളില് എക്യുപ്മെന്റ്സിലൊക്കെ ഉള്ള ഇത്തരം മൈക്രോബ്സുകളെ നമുക്ക് പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ, ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കെമിക്കൽസ്, അയനൈസിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് അല്ലെ. എങ്ങനെയൊക്കെയാണ്? എക്സ്പോഷർ ടു കെമിക്കൽസ് അല്ലെ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, അതായത് കെമിക്കൽ ഏജൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അയനൈസിംഗ് റേഡിയേഷൻസ് അല്ലെ, അതായത് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെന്താണ്? ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, ഓട്ടോക്ലേവ്, നിങ്ങൾ CSST പഠിച്ചിട്ടുണ്ടായിരിക്കും ഓട്ടോക്ലേവ്സ് അല്ലെ. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ പല സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് കേട്ടോ. എക്സ്പോഷർ ടു കെമിക്കൽസ്, അയനൈസിംഗ് റേഡിയേഷൻസ്, ഡ്രൈ ഹീറ്റ്, അതുപോലെ സ്റ്റീം അണ്ടർ പ്രഷർ, ഇത്തരം മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്ത് ഈ പറയുന്ന മൈക്രോബ്സിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സാനിറ്റേഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ മറ്റൊരു പ്രിവെന്റീവ് മെഷർ എന്താണ്? ഇതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? ഐസൊലേഷൻ ആണ് അല്ലെ. ഐസൊലേഷൻ നമുക്കറിയാം, നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഐസൊലേറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഐസൊലേഷൻ is the application of isolating precautions designed to transmit microbes by common troops in hospitals. അതെ, ഹോസ്പിറ്റലിലെ പൊതുവായ രീതിയിലൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡിങ്ങിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഐസൊലേഷൻ അല്ലെ. നമ്മൾ എന്താണ്? രോഗിയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനല്ല, അവരെ ശാരീരികമായിട്ട് മാത്രമാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, മാനസികമായിട്ടല്ല, അവരെ ഫിസിക്കൽ മീൻസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? ഐസൊലേറ്റ് ചെയ്യാണ് അല്ലെ. എന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ അവിടെ കുറയ്ക്കുകയാണ്. ഓക്കെ, ബിക്കോസ് ഏജന്റ് ആൻഡ് കോസ്റ്റ് ഫാക്ടേഴ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അതായത് നമുക്കറിയാം ഇൻഫെക്ടിയസ് ഏജൻസുകൾ, ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെയുള്ള ഇൻഫെക്ടിയസ് ഏജൻസുകളെയും അതുപോലെ ഹോസ്റ്റ് ഫാക്ടേഴ്സ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഓരോരുത്തരുടെ ശരീരമാണ് അല്ലെ. ഈ ഒരു രോഗാണു പ്രവേശിക്കുന്ന ആളുകളാണ്. അവരുടെ എണ്ണം ഒന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നാൽ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇൻഫെക്ഷനെ പേടിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഹോസ്റ്റ് ഫാക്ടേഴ്സുകള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന മൈക്രോബിയൽ ഏജൻസുകള്, അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിമിതി ഉണ്ട് അല്ലെ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്താണ്? അസുഖബാധിതരായിട്ടുള്ള ആളുകളുമായിട്ട് അവരിൽ നിന്നും നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഇൻട്രപ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഈസ് ഡയറക്റ്റഡ് മെയിൻലി ബൈ ട്രാൻസ്മിഷൻ അല്ല കേട്ടോ. ഇവിടെ നിന്ന് വിട്ട് ഐസൊലേഷൻ എഴുതാം കേട്ടോ. ട്രാൻസ്മിഷൻ അല്ല, ഐസൊലേഷൻ എന്ന് എഴുതാം കേട്ടോ. അതിനാണ് അർത്ഥം കറക്റ്റ് ആവുള്ളൂ. Interruption of transfer of microbes is directed mainly by isolation. ഐസൊലേഷനിലൂടെ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന സൂക്ഷ്മ രോഗാണുക്കളുടെ ആ ഒരു ട്രാൻസ്ഫറിനെ, ആ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ടിയസ് കേസസ് ഇൻ ഹോസ്പിറ്റൽസ്. നമ്മൾ ഹോസ്പിറ്റലില് ഇൻഫെക്ടിയസ് കേസസുകളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത്, നിപ്പ വന്ന സമയത്ത് ഒക്കെ എന്താ ചെയ്യാം? അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാണ് അല്ലെ. ഐസൊലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റും മറ്റും കൊടുക്കുന്നത്. അതൊരു നല്ല പ്രിവെന്റീവ് മെഷർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഐസൊലേഷൻ ഒക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹാൻഡ് വാഷിംഗ്. ഓക്കെ, ഹാൻഡ് വാഷിംഗ് നോക്കാം. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one site to another. Underline ചെയ്യാട്ടോ. നമ്മൾ ഇത്രയും എട്ടോളം പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 8 എണ്ണത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർമെന്റ്, അതായത് സിംഗിൾ മോസ്റ്റ്
പ്രൈം പ്രിവെന്റീവ് മെഷർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹാൻഡ് വാഷിംഗ് ആണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളത് പോലെ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. കൈ കഴുകാനായിട്ട് നമുക്ക് വല്ല ചെലവുണ്ടോ? ഇല്ല. ഒരു സാനിറ്റേഷന്റെ പോലെയോ സ്റ്റെറിലൈസേഷന്റെ പോലെയോ ഒരു കാര്യവും ഇല്ല അല്ലെ. വളരെ സിംഗിൾ മോസ്റ്റ്, നമുക്ക് ഏറ്റവും എളുപ്പത്തില് എന്നാൽ നമുക്ക് ഒരു 10 പൈസ ചെലവില്ലാതെ ഏറ്റവും നല്ലൊരു പ്രിവെന്റീവ് മെഷർ എന്താണ്? അത് ഹാൻഡ് വാഷിംഗ് ആണ് അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക. കൈകൾ കഴുകുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. സാധാരണ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ഹാൻഡ് വാഷിംഗ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഹാൻഡ് വാഷിങ്ങിനും അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറെ സ്റ്റെപ്സുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ രീതിയിലും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് രീതിയിൽ കൈ വാഷ് ചെയ്യണം. വെറുതെ നമ്മൾ സോപ്പ് എടുത്ത് കൈ കഴുകുന്ന പോലെയല്ല, അതിന് അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് കേട്ടോ. അപ്പോ ആ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന മൈക്രോബ്സുകള്, ഇത്തരം രോഗാണുക്കളുടെ വ്യാപനം ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ ബോഡി സർഫസിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഉള്ള ആ ഒരു അണുവ്യാപനം തടയാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് വാഷിംഗ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈകള് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെന്താണ്? വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ ദ പേഷ്യന്റ് കോണ്ടാക്ട്സ് and after contact with the blood, body fluids, secretions, excretions, and equipment, articles contaminated by them is a prime factor of infection control and isolation precautions. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ അതിന് ശേഷവും അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, മറ്റ് സെക്രീഷൻസുകള്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകള്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കള്, ഇവയുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം നമ്മൾ കൈകൾ വാഷ് ചെയ്യുന്നതും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുന്നതും എല്ലാം തന്നെ ഏറ്റവും നല്ല ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഹാൻഡ് വാഷിംഗ് നമ്മുടെ റൂട്ടീന്റെ ഭാഗമാക്കാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക, ആ രീതിയിൽ നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ റൂട്ടീന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാല് നമുക്ക് അസുഖങ്ങൾ വരുന്നതിന്റെ ആ ഒരു ഫ്രീക്വൻസി ശരിക്കും നമ്മൾക്ക് കുറയും. ഓക്കെ. ഇത് ശരിക്കും നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഇപ്പൊ കോവിഡ് സമയത്താണെങ്കിലും നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ഹാൻഡ് വാഷിംഗ് നിർബന്ധമായിരുന്നു അല്ലെ. ഓക്കെ. അപ്പൊ നിർബന്ധമായത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു അസുഖം വരുന്നതിന്റെ ഫ്രീക്വൻസി നമുക്ക് നല്ല പോലെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹാൻഡ് വാഷിംഗ് ഏറ്റവും നല്ലൊരു പ്രിവെന്റീവ് മെഷർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. ക്ലിയർ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? PPE എന്നാണ് പറയുക കേട്ടോ. PPEയുടെ ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ. PPE consists of items such as gloves, gowns, mask and eyewear used to make the blockades that protect the skin, clothing, mucous membranes and the respiratory tract from the ഇൻഫെക്റ്റീവ് ഏജൻസ് കേട്ടോ. ഓക്കെ. അറിയാലോ. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിനകത്ത് ഉൾപ്പെടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്? ഗ്ലൗസ്, പിന്നെ ഗൗണുകള് അല്ലെ, മാസ്കുകള്, ഐവെയർ അല്ലെ, ഇതെല്ലാം തന്നെ നമ്മൾക്ക് എന്താണ്? നമ്മുടെ സ്കിന്ന്, നമ്മുടെ ക്ലോത്തിങ്, അതുപോലെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസ്. മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന മൂക്ക്, അതുപോലെ നമ്മുടെ വായ, അതുപോലെ നമ്മളുടെ ശരീരത്തിനകത്താണെങ്കിലും ഈ ഇതൊക്കെ ഉണ്ടല്ലോ, കുടല്, അതിനെയൊക്കെ ആവരണം ചെയ്യുന്ന ചെറിയ മെംബ്രെയിൻസ് ആണ്. നമ്മുടെ നോസിലാണെങ്കിലും ഉണ്ട് അല്ലെ. നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ തടയാനുള്ള ചെറിയ മെംബ്രെയിൻസുകൾ നമ്മുടെ ശരീരഭാഗങ്ങളിലുണ്ട്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസനനാളം, അതിനെയൊക്കെ ഇൻഫെക്റ്റീവ് ഏജൻസിൽ നിന്നും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസുകള്, ഗൗണുകള്, മാസ്കുകള്, ഐവെയർ, ഇതൊക്കെയാണ് എന്ത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയുള്ളൂ. ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക എന്നുള്ളത്
ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു പ്രിവെന്റീവ് മെഷർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഗ്ലൗസിനെ പറ്റി പറയുന്ന ഒരു കാര്യം നോക്കിയേ. ഗ്ലൗസിനെ പറ്റിയിട്ട് ബിസൈഡ് ഹാൻഡ് വാഷിംഗ് gloves play a pivotal role in the possibilities of transmission of microorganisms. അതായത് ഹരിത പറഞ്ഞത് കേട്ടില്ലേ? മ്യൂക്കസ് മെംബ്രെയിൻ എന്താണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെയൊക്കെ ആവരണം ചെയ്യുന്ന ഒരു കവറിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ മൂക്കിന്റെ അകത്തുള്ള ഭാഗങ്ങള്, അതുപോലെ നമ്മുടെ വായ, അതിന്റെ അകത്തൊക്കെ ഉള്ളൊരു ചെറിയൊരു മെംബ്രെയിൻ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള രോഗാണുക്കൾ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പോ ഗ്ലൗസിനെ പറ്റി പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഈ പറയുന്ന ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഗ്ലൗസിനെ പറഞ്ഞത്, അല്ലെ? അതേസമയം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഇതേ ഗ്ലൗസുകൾ തന്നെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ എന്തും സംഭവിക്കും? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ശരിയല്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മളൊരു രോഗിയുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടുന്നു, നമ്മൾ ആ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഗ്ലൗസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാതെ, ദാറ്റ് മീൻസ് അത് റിമൂവ് ചെയ്യാതെ മറ്റൊരു പേഷ്യന്റിന്റെ അടുത്ത് പോകുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കണേ? ഈ രോഗിയിൽ നിന്നുള്ള മൈക്രോബ്സിനെ നമ്മൾ മറ്റൊരു രോഗിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് രണ്ടും ഇഫക്റ്റും ശ്രദ്ധിക്കുക. ഗ്ലൗസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ ഗ്ലൗസ് ഏറ്റവും നല്ലൊരു എന്താണ് പ്രിവെന്റീവ് മെഷർ ആണ്. അതേസമയം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഗ്ലൗസുകൾ മൂലം എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ നടക്കാനും ചാൻസ് ഉണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബിസൈഡ് ഹാൻഡ് വാഷിംഗിന് പുറമെ gloves play a pivotal role in the possibilities of transmission of microorganisms. ഇത്തരം മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും ചാൻസും എന്തിനുണ്ട്? ഗ്ലൗസിലൂടെയാണ്. ഗ്ലൗസ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അണുവ്യാപനം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പൊ നമ്മൾ 5 പോയിന്റുകൾ പഠിച്ചു കേട്ടോ. ഏതൊക്കെയാണ്? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ, 6ാമത്തെ പ്രിവെന്റീവ് മെഷേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിന് പുറമെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അഡീഷണൽ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? നമ്മളത് ഓരോന്നിനും പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പറയുന്നത് എയർബോൺ പ്രിക്കോഷൻസ്. നമ്മൾ എയർബോൺ ട്രാൻസ്മിഷൻ പഠിച്ചല്ലോ, വായുവിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക കേട്ടോ. എയർബോൺ പ്രിക്കോഷൻസ് ഒന്നാമത്തെ എന്താണ്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, അതായത് നമ്മൾ എഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ശരിക്കും പറഞ്ഞ ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവരെ ഐസോലേറ്റ് ചെയ്യാണ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ഐസോലേറ്റ് ചെയ്യാണ്. സോ ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, അവർക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം കൊടുക്കുക. ആ റൂമിന് അത്യാവശ്യം എന്തുണ്ടായിരിക്കണം? വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? അത്യാവശ്യത്തിനൊരു വായു പ്രവാഹം അവിടെ ഉണ്ടായിരിക്കണം. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ് വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എന്താണ് അവിടെ പറഞ്ഞത്? കഴിയുമെങ്കിൽ ആ ഒരു റൂമിന് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് നെഗറ്റീവ് പ്രഷർ എന്ന് പറയാൻ കാരണം? നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ പുറത്ത് നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ അന്തരീക്ഷ മർദ്ദം, അതിനേക്കാളും താഴെയുള്ള പ്രഷർ, അതായത് നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും ഒരു കുറഞ്ഞ പ്രഷർ നമ്മൾ എന്ത് ചെയ്യാം? ആ റൂമില് മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദിസ് കൺസിസ്റ്റ് ഓഫ് വെർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, വീണ്ടും ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തുള്ള അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും ഒരു താഴ്ന്ന പ്രഷർ നമ്മൾ ആ റൂമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ പുറത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്താണ് 1 ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എങ്കിൽ അതിനേക്കാളും താഴ്ന്നത്, ഓക്കെ, അതായത് ഒരു 0 അല്ലെങ്കിൽ -1 ആ രീതിയിലുള്ള ഒരു പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ആ റൂമിനകത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ.
എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഒരു നെഗറ്റീവ് പ്രഷർ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് നമ്മൾ ആ റൂമിനകത്ത് നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള അണുക്കള് ഒരു കാരണവശാലും പുറത്തേക്ക് എസ്കേപ്പ് ആവില്ല. കാര്യം പ്രഷർ വാരിയേഷൻ വരുന്നുണ്ട്. കാരണം പുറത്ത് എന്താണ്, പ്രഷർ കൂടുതലാണ്. അതേസമയം റൂമിനകത്ത് പുറത്തുള്ളതിനേക്കാളും പ്രഷർ കുറവാണ്. അതാണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള രോഗാണുക്കൾ ഒരു കാരണവശാലും പുറത്തേക്ക് എന്താവില്ല, എസ്കേപ്പ് ആവില്ല. എന്ന് വെച്ചാൽ പുറത്തോട്ടുള്ളതിന്റെ സ്പ്രെഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് ഡോർ ക്ലോസ്. ഡോറ് ക്ലോസ് ചെയ്തിടാം. ഡോറ് ക്ലോസ് ചെയ്തിടാം. അപ്പൊ എന്തുണ്ടാവും, ആ ഒരു റൂമിനകത്തുള്ള ആ ഒരു രോഗാണുക്കൾ എന്ന് പറയുന്നത് പുറത്തേക്ക് അധികം സ്പ്രെഡ് ആവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ ആ റൂമിനകത്ത് ആവശ്യത്തിനുള്ള ഒരു വെന്റിലേഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ രോഗാണുക്കൾ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയാനും സാധിക്കും. ഓക്കെ, ക്ലിയർ? അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എൻ്റർ ഇൻ ദ റൂം. അതുപോലെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ടും ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള മാസ്കുകൾ ധരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതെ, നോർമൽ പ്രഷർ കുറവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സാധാരണത്തെക്കാളും കുറവുള്ളതിനല്ലേ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ ആ റൂമിൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതാണ് നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു എന്താ പറയാ, നെഗറ്റീവ് പ്രഷറിന്റെ ഒരു ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ റൂമിനകത്തിരിക്കുന്ന രോഗാണുക്കൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന രോഗിയുടെ റൂമിലോട്ട് പ്രവേശിക്കുമ്പോൾ ഇപ്പോഴും ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള മാസ്കുകൾ ധരിച്ചുകൊണ്ട് മാത്രം സ്റ്റാഫുകൾ നമ്മുടെ റൂമിൽ പ്രവേശിക്കും. ഓക്കെ, പിന്നെ നോക്കാം കേട്ടോ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫൈൻഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരമാവധി ചെറിയൊരു റൂമിൽ അവരെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു റൂമിലോ വലിയൊരു ഹാളിലോ അവരെ അക്കോമഡേറ്റ് ചെയ്യാണ്ട് കൺഫൈൻഡ് ആയിട്ടുള്ള റൂമിൽ എന്ന് വെച്ചാൽ ഭയങ്കര തിങ്ങിയിരിക്കുന്ന റൂം അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒത്തിരി വലുപ്പമുള്ള കുറച്ച് പരിമിതമായിട്ടുള്ള ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂമിലോട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരാള്, അയാളെ പിടിച്ചിട്ട് ഒരു ഹാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാന്ന് വിചാരിക്കും. ഒരു ഹാൾ എന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയയാണ്. അപ്പൊ അവിടുത്തെ എയർ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആവില്ലേ? അവിടേക്ക് മുഴുവൻ അണുക്കൾ സ്പ്രെഡ് ആവാനായിട്ട് കാരണമാവില്ലേ? അതേസമയം നമ്മളൊരു ചെറിയ റൂമിൽ ഒതുങ്ങിയാണെങ്കിലോ അപ്പൊ അത്രയും ഏരിയ മാത്രമല്ലേ രോഗാണുക്കൾ വ്യാപിക്കുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഇതൊക്കെ പ്രിക്കോഷൻസ് ആണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. ഇത് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളാണ്. എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ പറഞ്ഞത്? പ്രത്യേകിച്ച് എയർബോൺ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഈ ഒരു പേഷ്യന്റിന് ഒരു സെപ്പറേറ്റ് റൂം, ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക, അവരെ ഐസൊലേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ റൂമിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. ആ റൂമിന്റെ ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. ഡോറ് തുറന്നിട്ടിട്ട് കാര്യമില്ല. ഡോറ് ക്ലോസ് ചെയ്യാം, അതിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം ആവശ്യത്തിനുള്ള ഒരു വെന്റിലേഷനും ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ആ ഒരു റൂമിലോട്ട് സ്റ്റാഫുകൾ എൻ്റർ ചെയ്യുമ്പോൾ മാസ്കുകള് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പേഷ്യന്റിനെ പരമാവധി ഒരു കൺഫൈൻഡ് റൂമിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുക. വലിയൊരു ഹാളിൽ വലിയൊരു ഏരിയയിൽ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെറിയൊരു റൂമിലായിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വായുവിലൂടെയുള്ള ആ ഒരു അണുവ്യാപനത്തിന്റെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. തടയല്ല, നമുക്ക് അതിന്റെ ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? അടുത്തത് എന്താണ്? ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും അല്ലെ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഡ്രോപ്ലെറ്റിലൂടെയുള്ള ആ ഒരു ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല പ്രിക്കോഷൻ എന്താ? മാസ്ക് ധരിക്കുക അല്ലേ? കാര്യം ഡ്രോപ്ലെറ്റ്സ് നമുക്കറിയാം, സ്നീസിങ്, കഫിങ്, ഇതിലൂടെയൊക്കെയാണ് ഡ്രോപ്ലെറ്റ്സുകൾ പുറത്തോട്ട് എത്തുന്നത്. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാസ്കുകൾ ധരിക്കണം. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ലൊരു മാർഗം അല്ലെ? അപ്പൊ നോക്കാം, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാത്തിന്റെയും പ്രിക്കോഷൻസിലും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ ഐസൊലേഷൻ ആണ്. അതായത് അസുഖബാധിതരായിട്ടുള്ള വ്യക്തികളെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി ഐസൊലേറ്റ് ചെയ്യാന്നുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രിക്കോഷൻ ആണ് കേട്ടോ.
ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ പേഷ്യന്റിന് ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കുക, അവരെ ഐസോലേറ്റ് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. ഗോസ് മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ തുണിയോട് ഉണ്ടാക്കുന്ന മാസ്ക് ഇല്ലേ, അത് അങ്ങനത്തെ മാസ്കുകളല്ല നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഉപയോഗിച്ചില്ലേ, N95 മാസ്കുകളൊക്കെ, ഡബിൾ ലൈഡ് മാസ്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഉപയോഗിക്കുക കേട്ടോ. പിന്നെന്താണ്, പേഷ്യൻസ് മൂവ്മെന്റ്സ് ഷുഡ് ബി കൺട്രോൾഡ്. Patient is directed to wear a standard surgical mask whenever he or she leaves the room. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സുകൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, കൺട്രോൾ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അവരെ പുറത്തേക്കോ എപ്പോഴും പുറത്തേക്കൊന്നും പോകാനായിട്ട് അവരെ അനുവദിക്കാതിരിക്കുക. അസുഖം മാറുന്നത് വരെ അവരെ ഐസോലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പേഷ്യൻസ് ആണെങ്കിലും അവരിപ്പോ റൂമിലേക്ക് വരികയാണെങ്കിലും റൂമിന് പുറത്തേക്ക് പോവുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും അവരെപ്പോഴും ഒരു മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് വീട്ടിൽ വരെ നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, വീട്ടിനകത്ത് വരെ നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ട് കോവിഡ് സമയത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട് ഇല്ലേ, ഇരുന്നിട്ടില്ലേ? ഓക്കെ, ഞാനൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ കോവിഡ് വന്നു. കോവിഡ് ആണോ ഒമിക്രോൺ ആണോ എന്നൊന്നും അറിയില്ല. പുള്ളിക്ക് വന്നിട്ട് എനിക്കന്നേരം യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളിക്ക് വന്ന് മുകളിലേക്ക് മാറി. അത് കഴിഞ്ഞ് അന്നത്തെ ടെസ്റ്റ് കൊടുത്തപ്പോ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് പേടിയായി. അപ്പൊ പുള്ളി മുകളിലത്തെ റൂമിൽ, ഞങ്ങള് താഴത്തെ റൂമിലുണ്ട്. അതിന് ഞങ്ങള് മാസ്ക് ഒക്കെ ധരിച്ചായിരുന്നു. പിന്നീട് ഒരാഴ്ച ആരും പുറത്തൊന്നും ഇറങ്ങാതെ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമോ? ഞാൻ പെട്ടെന്ന് ഈ മാസ്കിന്റെ കാര്യം നമുക്ക് അത് ആലോചിച്ചത്, വല്ലാത്തൊരു അവസ്ഥയായിരുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വെയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം നമ്മള് പുറത്തേക്കും അകത്തേക്കൊക്കെ പോവാം കേട്ടോ. അതൊക്കെയാണ് അതിനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹരിത തന്നെ സെക്കൻഡ് ഡെലിവറി ടൈമിൽ ഉണ്ടായില്ലേ? ഓക്കെ, കോവിഡ് വരാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും വന്നോ? ഓക്കെ, അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അല്ലേ? ആലോചിച്ചൊക്കെ ആലോചിക്കുമ്പോ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ഹരിത. ഓ, ഈ പ്രിവെൻഷന്റെ പോയിന്റ്സ് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ? എന്താണ്? പ്രിവെൻഷൻ ഇല്ലേ? വിദ്യയുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. പ്രിവെൻഷൻ ഇല്ലേ? ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. മെസ്സേജ് ചെയ്യോ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 2 to 4 ഷോർട്ട് ആക്കിട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അതാണ് ചോദിച്ചത്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടല്ലോ, അത് എയറിൽ തങ്ങി നിൽക്കുകയും എന്നിട്ട് മറ്റൊരു വ്യക്തിയിലോട്ട് രോഗാണുക്കൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലൂടെ വരികയാണ്, വായുവിലൂടെ പകരാണ് കേട്ടോ. വായുവിലൂടെ പകരുക എന്ന് പറയുമ്പോൾ ഡ്രോപ്ലെറ്റ് വഴിയായിട്ട് തന്നെ, പക്ഷെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയേ ആണെന്ന് മാത്രം. ഓക്കെ, എന്താണ് പ്രിവെൻഷൻ പോയിന്റ്സ്? അതെ അതാണ് ചോദിച്ചത്. അതെ, പ്രിവെൻഷന്റെ പോയിന്റ്സ് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ അതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
പിന്നെ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ, അതായത് നമ്മുടെ ഡ്രോപ്ലെറ്റ്സിന്റെ തന്നെ ചെറിയ ചെറിയ അംശങ്ങൾ എയറിൽ കുറെ നേരം തങ്ങി നിൽക്കും. ഓക്കെ, അങ്ങനെ തങ്ങി നിന്നിട്ട് അത് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം മാത്രം, ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. എയർബോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ആണ്, അതും കൂടുതൽ സമയം അത് വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം കേട്ടോ. ഓക്കെ, എന്താണ് എക്സ്പ്ലനേഷൻ, പ്രിവെൻഷൻ എന്താണ്? അങ്ങനെ ചോദിക്കില്ല. പ്രിവെന്റീവ് മെഷേഴ്സുകൾ ഏതൊക്കെയാണെന്നേ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അല്ലാണ്ട് വേറെ അതിന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ, പിന്നെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിസിൻസ്, അങ്ങനെ ഒരു ബൾക്ക് ഓഫ് ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടാമിനേറ്റഡ് ആയിട്ട് അതിൽ നിന്നുമുള്ള ട്രാൻസ്മിഷനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആതിരയല്ലേ ചോദിച്ചത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ ആതിരയ്ക്ക്? ഓക്കെ, അപ്പൊ ശരി കേട്ടോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thanks, ma'am. Thank you, ma'am.